ഹലോ അങ്ങനെ സുലുവിൻ്റെ കല്യാണ ദിവസമാണ്. മോസ്റ്റ് അവൈറ്റഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ വന്ന പാടെ ഞാൻ ശബാനയും കുറച്ച് ഫോട്ടോസ് വീഡിയോ സെക്ഷനിലാണ്. മാഷാ അല്ലാ, സുലു നല്ല ഓറഞ്ച് ലെഹങ്കയിൽ അടിപൊളിയായിട്ട് ബ്രൈഡൽ എൻട്രിക്കായിട്ടുള്ള തയ്യാറെടുപ്പിലും യാസീനാണെങ്കിൽ അവളെ പിടിച്ച് കയറ്റാനുള്ള തന്ത്രപ്പാടിലുമാണ്. അപ്പോൾ നല്ല ഭംഗിയില്ലേ, മാഷാ അല്ലാ, നന്നായിട്ടിരിക്കുന്നു അവളെ ഒരുക്കിയത് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾക്ക് ആ ഒരു ഓറഞ്ച് റസ്റ്റ് കളർ ലെഹങ്ക നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി ഞാൻ എന്തോരം വെയിറ്റ് ചെയ്യുന്നറിയോ. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ മോസ്റ്റ് അവൈറ്റഡ് ഡേ എന്ന്. ഭയങ്കര കാത്തിരുന്നൊരു നിമിഷമായിരുന്നു ഇത്. നല്ല അടിപൊളി പെയറല്ലേ അവരെ കാണാനായിട്ട്. അപ്പോൾ അതിനുശേഷം കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു. ഇതാണ് സുലുവിൻ്റെ ഉമ്മയും വാപ്പിയും. പിന്നീട് യാസീൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കലാപരിപാടികളായിരുന്നു നമ്മൾ ഈ സ്റ്റേജിൽ കണ്ടിരുന്നത്. നെക്സ്റ്റ് നമ്മുടെ കോളേജിലെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാം. ഇത് അഗിയാണ്. അഗി എന്താ നമ്മുടെ വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞ പാടെ തന്നെ എടുത്ത് ലിപ് ബാമോ ലിപ്സ്റ്റിക്ക് എടുത്ത് യൂസ് ചെയ്യുകയാണ്. വീഡിയോ എടുക്കണമെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളൊരു ഒരുക്കാണ്. കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഓരോ ജോഡി തിരക്കൊക്കെ ആയിട്ട് പോയി. അതിനുശേഷം ഞാനും റസ്മിയും കൂടെ ഒരു വീഡിയോ ആവാമെന്ന് കരുതി. എന്തിനും ആ കമ്മലൊന്നും ആട്ടിയില്ലെങ്കിൽ ഒരു രസമില്ലല്ലോ. പിന്നീട് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ബിരിയാണിയുടെ അവിടെ നല്ല തിരക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ നേരെ സദ്യ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ശബാനയുടെ ഉമ്മയും കൂടി ഇരുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പുറത്തേക്ക് പോയി. ലാസ്റ്റ് സുലുവിനെയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. അവളിങ്ങനെ കഴിക്കാനായിട്ടിരുന്നു. ഒരു വിധത്തിൽ ഒന്നും കഴിക്കുന്നില്ല, പേരിനിരിക്കുന്നേ ഉള്ളൂ. യാസീൻ്റെ അടുത്ത് ഒരു ഉരുള ചോറ് വായിച്ച് കൊടുക്കാൻ പറയുന്നു. യാസീൻ തയ്യാറാണെങ്കിലും സുലു ഒന്നിനും സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ചു. എൻ്റെ ഒരു ഡ്രീം പിക്ചറായിരുന്നു ഞാനും എൻ്റെ കൂടെ ബ്രൈഡായിട്ട് സുലു നിൽക്കുന്നത്. അപ്പോൾ അതിനും മാഷാ അല്ലാ സാധിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സുലുവിൻ്റെ കല്യാണ വിശേഷങ്ങൾ. ടാറ്റാ ബൈ.